വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബാഹ്യ ശത്രുക്കളായ ഫിലിസ്ത്യർ, അമലേക്യർ, മോവാബ്യർ, ഏദോമ്യർ എന്നിവരെയെല്ലാം തോൽപ്പിച്ച് ദാവീദ് രാജ്യത്ത് സമാധാനം സ്ഥാപിച്ചു. ഇസ്രായേലിൽ ഐശ്വര്യം കളിയാടി. ഐശ്വര്യം കൈവന്നപ്പോൾ ദാവീദ് കർത്താവിന് ഒരു ആലയം പണിയാൻ ആഗ്രഹിച്ചു. എന്നാൽ നാഥാൻ പ്രവാചകൻ വഴി കർത്താവ് അത് വിലക്കി. ദാവീദിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന വാഗ്ദാനം നാഥാൻ വഴി കർത്താവ് നൽകി. വരാനിരിക്കുന്ന രക്ഷകൻ ദാവീദിൻ്റെ പുത്രനായിരിക്കുമെന്ന വിശ്വാസത്തിൻ്റെ ഉറവിടം ഇവിടെയാണ്. നീതിനിഷ്ഠനായ രാജാവായിരുന്നുവെങ്കിലും ബലഹീനതയുടെ നിമിഷങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിലുമുണ്ടായിരുന്നു. ഊറിയയുടെ ഭാര്യയായ ബത്ശേബയെ സ്വന്തമാക്കാൻ ദാവീദ് കാട്ടിയ വൻ ചതി നാഥാൻ്റെ ശക്തമായ വിമർശനത്തിന് വിഷയമായി. തെറ്റ് മനസ്സിലാക്കിയ ദാവീദ് ഉള്ളുരുകി അനുതപിച്ചു. ദാവീദിന് ബത്ശേബയിൽ ജനിച്ച പുത്രനാണ് കിരീടാവകാശിയായി തീർന്ന സോളമൻ. ദൈവഹിതത്തിന് വിരുദ്ധമായി ജനസംഖ്യ എടുത്തതിന് ശിക്ഷയായി വന്ന മഹാമാരിയിൽ നിന്ന് ജനത്തെ രക്ഷിക്കണമേ എന്ന യാചനയുമായി ബലിയർപ്പിക്കുന്ന ദാവീദിനെയാണ് 2 പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുക. 1 സാമുവേൽ 1 മുതൽ 3 വരെ സാമുവേലിൻ്റെ ബാല്യകാലം, 4 മുതൽ 7 വരെ സാമുവേൽ എന്ന ന്യായാധിപൻ, 8 മുതൽ 12 വരെ സാവൂൾ രാജാവാകുന്നു, 13 മുതൽ 15 വരെ സാവൂളിൻ്റെ ഭരണത്തിൻ്റെ ആദ്യ വർഷങ്ങൾ, 16 മുതൽ 30 വരെ സാവൂളും ദാവീദും, 31 1 മുതൽ 13 വരെ സാവൂളിൻ്റെ അവസാനം. 2 സാമുവേൽ 1 അധ്യായം 1 മുതൽ 4 വരെ 12 വരെയുള്ള തിരുവചനങ്ങൾ ദാവീദ് യൂദാരാജാവ്, 5 1 24 25 ദാവീദ് ഇസ്രായേലിൻ്റെ മുഴുവൻ്റെയും രാജാവ്, 5 അധ്യായം 1 മുതൽ 10 വരെ ആദ്യ വർഷങ്ങൾ, 11 അധ്യായം 1 മുതൽ 12 വരെ ദാവീദും ബത്ശേബയും, 12 അധ്യായം 26 മുതൽ 20-26 വരെ സിംഹാസനത്തിന് ഭീഷണികൾ, 21 അധ്യായം 1 മുതൽ 24-25 അവസാന നാളുകൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.